കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുഖത്തെയും തകർക്കുക, ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. ഇവിടെ ഉപവാസം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഈ പ്രാർത്ഥന പല രീതിയിലുണ്ട്. ഒരു സാധാരണ രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം കഴിയും, ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയും. അടുത്തുള്ള ഒരു തലം എന്ന് പറയുന്നത് ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഇത് ഓരോ വിഷയത്തിൻ്റെയും തലങ്ങളനുസരിച്ചാണ് നമ്മുടെ പ്രാർത്ഥന. ചില വിഷയങ്ങളൊക്കെ നമ്മൾ ഉപവസിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ രീതിയിൽ ദൈവത്തോട് പറഞ്ഞാൽ ആ വിഷയത്തിന് മറുപടി വരുന്ന ചില മേഖലകളുണ്ട്. എന്നാൽ ചില വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപവസിച്ച് തന്നെയാകണം. അങ്ങനെ ഉപവസിച്ചാലേ ആ വിഷയത്തിന് ആ തരത്തിലുള്ള ഒരു പരിഹാരം നേരിടുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. അതിന് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. യേശു തന്നെ പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുകയില്ല. അപ്പം അതങ്ങനെ പ്രാർത്ഥിച്ചെങ്കിലേ അത് നീങ്ങിപ്പോകത്തുള്ളൂ, അല്ലേ? എന്നതുപോലെ അടുത്തൊരു വിഷയമാണ് ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ പലപ്പോഴും പോരാടുന്ന ചില മണ്ഡലങ്ങളുണ്ട്, അദൃശ്യ ശക്തികൾ. ദാവീദിൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായിട്ട് ഇറങ്ങി വന്ന സ്തോത്രം ഗബ്രിയേൽ ദൂതനെ ആകാശമണ്ഡലത്തിൽ വെച്ച് 20 ദിവസത്തോളം തടഞ്ഞു വെച്ചൊരു ഭാഗം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലേ? അത് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പോരാട്ടം നമ്മുടെ പ്രാർത്ഥനകളുടെ മറുപടിക്കെതിരെ ചലിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം എന്ന് പറയുന്നത് നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരാക്കി വിട്ടയക്കുക. എന്തുവായി നുഖം എന്ന് പറയുന്നത്? നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്ന ഭാരങ്ങൾ, നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത വിഷയങ്ങൾ. ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ, ഈ കാളയാണ് ഈ നുകം പറയുമ്പോൾ, കാളവണ്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ല, ആ വണ്ടിപ്പുറത്ത് സാധനം വെച്ചിട്ട് അതിൻ്റെ നുഖമെടുത്ത് ഈ കാളയുടെ തോളിലാണ് വയ്ക്കുന്നത്. അതിന് സ്വതന്ത്രമില്ല. സ്വതന്ത്രം അവന് റിലീസ് ചെയ്ത് സ്വതന്ത്രമായി നടക്കാൻ കഴിയത്തില്ല. ആ മുഖമാണ് സ്തോത്രം പൊട്ടേണ്ടത്. എന്നതുപോലെ പിശാച് നമ്മുടെ ജീവിതത്തിന് പുറത്ത്, നമ്മുടെ ഭാവിയുടെ പുറത്ത്, നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ പുറത്ത് പിശാച് വെച്ചിരിക്കുന്ന എല്ലാ മുഖങ്ങളെയും ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് തകർക്കാൻ പോകുകയാണ്. അത് തകരുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമുക്കായിട്ട് ചലിക്കപ്പെടും. ഉപവാസം നടക്കുന്ന കാര്യം, നുകത്തിൻ്റെ അമക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുഖത്തെയും തകർക്കുക. ഒന്ന്, പീഡിപ്പിക്കപ്പെട്ട വ്യക്തികളുണ്ട്. പീഡനത്തിനകത്ത് അടിമപ്പെട്ട് രോഗത്താൽ പീഡിപ്പിക്കപ്പെട്ട്, മാനസിക തലങ്ങളിൽ പീഡിപ്പിക്കപ്പെട്ട് ആയിരിക്കുന്ന വ്യക്തികളുണ്ട്. ശാരീരിക മണ്ഡലങ്ങളിൽ പീഡനം അനുഭവിക്കുന്നവരുണ്ട്. ഇവരെല്ലാവരുടെയും ജീവിതത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, പീഡിതർ സ്വതന്ത്രരായിട്ട് മാറും. യേശു തന്നെ വന്നത് പീഡിതരെ സ്വതന്ത്രരാക്കി വായിക്കാൻ വേണ്ടിയാണ്. ഇന്ന് രാത്രി നമ്മൾ ഉപവസിക്കാൻ തയ്യാറായാൽ ചില നുഖങ്ങൾ നമ്മളെ വിട്ട് മാറും. ചില പീഡിതർ സ്വതന്ത്രരായി പോകും. എല്ലാ മുഖവും നമ്മുടെ മുമ്പിൽ നിന്ന് തകരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും നമുക്ക് തുടരാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചിറകടിയും മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹമാകട്ടെ, അനേക വ്യക്തികൾക്ക് അനുഗ്രഹമാകട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി വേഗത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വെളിപ്പെട്ടു വരുവാൻ സ്വർഗമിടവരുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കൂടെ ഇരുന്ന് ബലപ്പെടുന്ന നന്മകളെ കൊണ്ട് നിറയ്ക്കും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.